MDMA-യുമായി യുവാവിനെ നാദാപുരം എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കക്കട്ട് കുന്നുമ്മൽ സ്വദേശി റംഷീദിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8.4 ഗ്രാം MDMA-യുമാണ് എക്സൈസിന്റെ പിടിയിലായത് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായ വാർത്തകൾ. ഇതാണ് സാനിയോ, ഇതാണ് റംഷാദ്. സാനിയോ മനോമി ചേരുന്നു നമുക്കൊപ്പം. സാനിയോ മനോമി, എപ്പോഴാണ് അറസ്റ്റ് നടന്നത്? ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നോ? അതായത് അരുൺ, കക്കട്ട് കുന്നുമ്മൽ സ്വദേശി റംഷീദിനെയാണ് 8.4 ഗ്രാം MDMA-യുമായി എക്സൈസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലാവുന്നത്. കുന്നുമ്മൽ പഞ്ചായത്തിലെ പൂവുള്ളതിൽ മുക്ക് കുനിയിൽ സ്കൂൾ റോഡിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായത്. നാദാപുരം എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ രാത്രി BBA വിദ്യാർത്ഥി MDMA-യുമായി കാറിൽ വെച്ച് രാമനാട്ടുകര വെച്ച് പിടിയിലായി എന്നുള്ളതാണ്. മോങ്ങം സ്വദേശി ശ്രാവൺ സാഗറാണ് പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ 8 മാസമായി മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് MDMA കടത്തുന്നുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. രാമനാട്ടുകര ഫറൂഖ് ഭാഗങ്ങളിലെല്ലാം ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന 3-ാം വർഷ BBA വിദ്യാർത്ഥിയാണ് പിടിയിലായത്. ഇത് രണ്ടും 105 ഗ്രാം MDMA-യാണ് ഈ വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം വീട്ടിലുള്ള കാർ ഉപയോഗിച്ചാണ് ഇയാൾ ഇൻസ്റ്റഗ്രാം, ഷെയർ ചാറ്റ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ ഇടപാടുകാരുമായി ആശയവിനിമയം നടത്തുകയും MDMA എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 8 മാസത്തോളമായി ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 50 തവണയോളം കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ലഹരി എത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആവശ്യക്കാർ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടാൽ നേരിട്ട് കൈമാറാതെ ചെറു പൊതികളിലാക്കി എവിടെയെങ്കിലും വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഗൂഗിൾ ലൊക്കേഷനിലൂടെ കൈമാറുന്നതാണ് ഇയാളുടെ രീതി. പോലീസ് ഒരിക്കലും പിടികൂടില്ല എന്ന് കരുതിയായിരുന്നു. ഒടുവിൽ ഇയാൾ അവസാനം പിടികൂടുന്ന സാഹചര്യമായിരുന്നു. നമുക്ക് ഇത്തരം രീതി എങ്ങനെയാണ് എന്നുള്ളത് നാളെ നമുക്ക് വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പോലീസുമായി ഒന്ന് സംസാരിക്കുക. ഇയാൾ എങ്ങനെയാണ് ഈ സാധനങ്ങൾ ശേഖരിച്ചിരുന്നത്, എങ്ങനെ കൈമാറിയിരുന്നു എന്നതിന്റെ റൂട്ട് മാപ്പ് നാളെ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സാനിയോ മനോമിയും അഷ്കർ അലിയും ഒക്കെ ആ റൂട്ട് മാപ്പ് തയ്യാറാക്കും.